കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം ലോകസഭാ മണ്ഡലത്തിലാണ് തേജസ് ന്യൂസിൻ്റെ മണ്ഡല പര്യടനം ഇന്ന് എത്തി നിൽക്കുന്നത്. UDFിൻ്റെ തട്ടകമായ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി LDF അംഗത്തിനിറക്കിയിരിക്കുന്നത് P. രാജീവിനെയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ജൈവ പച്ചക്കറി കൃഷി പോലെ വേറിട്ട പരിപാടികൾ നടപ്പിലാക്കിയതും പക്വതയുള്ള പെരുമാറ്റവും LDF സ്ഥാനാർത്ഥി P. രാജീവിന് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. പ്രളയ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും മുൻനിരയിൽ രാജീവ് ഉണ്ടായിരുന്നു. രാജ്യസഭ MP എന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ പ്രവർത്തനങ്ങൾ പ്രചാരണത്തിൽ മുന്നണിയുടെ തുറുപ്പുചീട്ടാണ്. രാജ്യസഭ MP ആയിരിക്കെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഏറ്റവും നല്ല പാർലമെന്റേറിയൻ എന്ന് വിശേഷിപ്പിച്ച നേതാവ് കൂടിയാണ് P. രാജീവ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എറണാകുളം ജില്ലയിൽ നടക്കുന്ന പുതുവൈപ്പിനടക്കമുള്ള ജനകീയ സമരങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രോശങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. നമുക്ക് P. രാജീവുമായി നേരിട്ട് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ച് ചോദിച്ചറിയാം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ MP പ്രവർത്തനത്തെക്കുറിച്ചല്ല പറയുന്നത്, എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ്. അങ്ങനെയാണ് തുടക്കം മുതൽ ശ്രമിച്ചിട്ടുള്ളത്. ഈ നാടിനെ പുതുക്കി പണിയാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ ഏകപക്ഷീയമായി പറയുകയല്ല ചെയ്തത്. ഈ നാട്ടിലെ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വികസന പരിപ്രേക്ഷ്യത്തിന് രൂപം നൽകുന്നത്. കഴിഞ്ഞ 2 തവണയായി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA ആയി ജയിച്ചു കയറിയ ഹൈബി ഈഡനെയാണ് ഇത്തവണ ലോകസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി UDF നിശ്ചയിച്ചിരിക്കുന്നത്. യുവ MLA ആയിട്ടുള്ള ഹൈബി ഈഡൻ ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള സ്വാധീനമാണ് ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് പ്രചരണ കേന്ദ്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എറണാകുളം ലോകസഭാ മണ്ഡലത്തെ 5 വട്ടമാണ് KV തോമസ് പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. 1984 മുതൽ മത്സരരംഗത്തുള്ള KV തോമസ് 96-ൽ ഇടതിന്റെ സേവ്യർ അരക്കലിന് മുന്നിൽ തോൽവി സമ്മതിച്ചു. പിന്നീട് 2009-ൽ മടങ്ങിയെത്തി തുടർച്ചയായ 2 വട്ടം എറണാകുളത്ത് UDF മേൽക്കൈ അരക്കെട്ടുറപ്പിച്ചു. ഹൈബി ഈഡനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ തന്നെ UDF ക്യാമ്പ് ഉഷാറായി. എറണാകുളത്തിന്റെ മുൻ MPയും MLAയുമായ ജോർജ് ഈഡന്റെ മകൻ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ 2 വട്ടം തുടർച്ചയായി തിളക്കമാർന്ന വിജയം നേടി. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ വാത്സല്യം തോന്നുന്ന പ്രകൃതം, വിശ്രമമില്ലാത്ത പ്രവർത്തനം. നിലവിലത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമാണ്. ഒരു വിഭാഗം ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വർഗീയ ഭീകരതയ്ക്കെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യയുടെ സമ്പദ്ഘടന പരിപൂർണമായി തകർത്തതിനെതിരെ വിധി എഴുതാനിരിക്കുമ്പോൾ തൃപ്പൂണിത്തുറ അടക്കമുള്ള ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം വിശ്വാസികൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പക്ഷെ അതിന് കേരളത്തിൽ BJPക്ക് യാതൊരു സ്പേസും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവുന്ന കാര്യങ്ങളാണ്. SDPAയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി VM ഫൈസലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. പ്രളയകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ആദരവ് നേടിയ വ്യക്തിത്വമാണ് ഫൈസൽ. മൂത്തകുന്നത്ത് നടക്കുന്ന ദേശീയപാത കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള സമരത്തിലെ നേതൃനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ഫൈസൽ. 20-ലധികം ജനകീയ സമരങ്ങൾ നടക്കുന്ന മണ്ഡലമാണ് എറണാകുളം ലോകസഭാ മണ്ഡലം. ഈ ലോകസഭാ മണ്ഡലത്തിലെ ജനകീയ സമരങ്ങളിലെ നിറസാന്നിധ്യമായിട്ടുള്ള VM ഫൈസലാണ് SDPAയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഉയർത്തുന്ന രാഷ്ട്രീയം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. 40-ലധികം ജനകീയ സമരങ്ങൾ തന്നെ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. നാളിതുവരെയുള്ള ഈ രണ്ട് മുന്നണികളും ഇത്തരം ജനകീയ സമരങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ഒരു വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് മുമ്പിലാണ് ഒരു യഥാർത്ഥ ബദൽ രാഷ്ട്രീയം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കൊണ്ട് മുമ്പേക്ക് വെക്കുന്നതും ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തവണ SDPAയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാൻ ഫീൽഡ് ചെയ്യുമ്പോൾ
നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കർഷകരായ ആളുകൾ, ചെറുകിട തൊഴിലാളികൾ, മത്സ്യബന്ധന തൊഴിലാളികൾ, ഇത്തരം ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഈ അവസരത്തിലൊക്കെ ആളുകളുടെ ഒരുപാട് പ്രതിസന്ധികൾ അവർ മുമ്പോട്ട് വെക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, നാളുകളായിട്ടുള്ള സംഭവങ്ങളാണ്. അഥവാ നിലവിലുള്ള ഭരണകൂടങ്ങൾ അവരെ അവഗണിക്കുന്നു എന്ന ഒരു വസ്തുതയിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്ന യഥാർത്ഥ ബദൽ പ്രസക്തി ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം ആർക്കാണ് വിജയസാധ്യത കൂടുതൽ ഇവിടെ? എനിക്ക് തോന്നുന്നത് ഹൈബീഡനാണ്. ഇടത് ഭരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. LDF-നായിരിക്കും. രണ്ടുപേരും തുല്യശക്തരാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരും നല്ല വ്യക്തിത്വം. LDF വരണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. എൻ്റെ പ്രതീക്ഷ മുഴുവനും നമുക്കിവിടെ UDF ജയിക്കും. രണ്ടുപേരും തുല്യശക്തരാണ്. LDF-ന് ഒരു രക്ഷയില്ല. UDF ആരയിച്ചാലും നല്ല ഒന്നാ മതി. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾ ഹൈബി ഈഡന്റെയും പി രാജീവിന്റെയും ഒപ്പം സമാസമം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ശക്തിയേറിയ മത്സരം ഇവിടെ ഉണ്ടാകും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. തേജസ് ന്യൂസിന്റെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം കായലിന്റെ നഗരിയായ ആലപ്പുഴയിൽ കാണാം.